ഇന്നു മുതലേ നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ മാറുവാണ് കേട്ടോ. എല്ലാരും കട്ടയ്ക്ക് കൂടെ നിൽക്കണേ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെ ഇന്നു മുതലേ നമ്മുടെ പാർക്കുട്ടിൻ്റെയും കേശുവിൻ്റെയും ശിവന്റെയും ബാലുവിൻ്റെയും ക്യാരക്ടർ മാറുക. പിന്നെ നമ്മുടെ ചിന്നുക്കുട്ടി മാറുക. പിന്നെ അതേപോലെ ഇനി പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ വരും നമ്മുടെ ചാനലില്. അപ്പൊ എല്ലാരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യണേ. ഞാനാ നിങ്ങളുടെ പാർക്കുട്ടി. ഞാൻ നിങ്ങളുടെ കേശു. ഞാൻ നിങ്ങളുടെ ശിവ. ഞാനാണ് ഇനി മുതൽ നിങ്ങളുടെ ബാലു. ഞങ്ങൾ രണ്ടാളും പഴയ ആൾക്കാർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? നീലു, ഇന്നത്തെ പണിയൊക്കെ ഒതുങ്ങിയില്ലേ? നമുക്ക് ബീച്ചിലേക്ക് വിട്ടാലോ? അതെ, അതുങ്ങളവിടെ ബീച്ചെന്ന് പറഞ്ഞ് തുള്ളണായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി നേരം കിടന്നുറങ്ങിയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴത്തേനും അവൾ ഉറങ്ങാൻ കിടപ്പുണ്ട്. എങ്കിൽ നമുക്ക് അവരെ വിളിച്ചെണീപ്പിച്ച് ബീച്ചിലേക്ക് പോവായിരുന്നു. പക്ഷെ അവറ്റകളൊക്കെ എണീക്കോ എന്തോ. അതൊക്കെ എണീറ്റോളൂ നീലു, ബീച്ചിലേക്ക് പോകാനല്ലേ. സ്കൂളിലേക്ക് പോകാനാണെങ്കിൽ ചിലപ്പോ എണീക്കൂല. ഇത് ബീച്ചിലേക്ക് ആയതുകൊണ്ട് എന്തായാലും എണീറ്റോളൂ. ശരിയാ ശരിയാ. അയ്യോ ടീച്ചറാ, എന്റെ കുഞ്ഞുമക്കളെ നിങ്ങളായിരുന്നു. മനുഷ്യൻ പേടിച്ചു പോയി. അതെ, എന്റെ ഉള്ളിൽ നിന്ന് എന്തോ പോയ പോലെ എനിക്ക് തോന്നി. അല്ല, ഇന്നെന്താ പതിവില്ലാതെ തന്നെത്താനേക്ക് ഒരു എണീറ്റ് വരവ്? അല്ലെങ്കിൽ 10,000 തവണ വിളിച്ചാലും എണീക്കില്ലല്ലോ. അതെ അതെ, ഇന്ന് എന്ത് പറ്റി ഈ പൊന്നുമക്കൾക്ക്? അത് പറയണതിന് മുമ്പായി ഇനി മുതൽ നിങ്ങളുടെ ചിന്നിക്കുട്ടി ഞാനാണ് കേട്ടോ. അത് പിന്നെ അമ്മ പറഞ്ഞേച്ചല്ലോ വൈകുന്നേരം ഉറങ്ങി എണീക്കുമ്പോ ബീച്ചിൽ പോവാന്ന്. അതാ ഞങ്ങൾ നേരത്തെ എണീറ്റേ. അങ്ങനെ പറ. അവിടെ കിടക്കണ ദേ ഇതാണപ്പൊ കാര്യം. എങ്കിൽ വെക്കം പോയി കുളിച്ച് റെഡിയാവും. ഞങ്ങൾ നിങ്ങളെ വിളിച്ചെണീപ്പിക്കാൻ വേണ്ടി വരാൻ നിൽക്കുമായിരുന്നു. അപ്പോഴേ തന്നെത്താനെ എണീറ്റുള്ള വരവ്. ശരി അമ്മേ, ഞങ്ങൾ ദേ പോയി ദാ വന്നു. സീതക്ക് പിന്നെ ഇങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഇങ്ങനെ ഒറ്റക്കൊക്കെ പോയി വരാല്ലേ. അതെ നീലു, നീലുവിനെ വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാം. നീലു ഇങ്ങോട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഇറങ്ങും. ശരി സീതേ, സീത ഫ്രീ ആയിട്ടുള്ള സമയം പറ. അപ്പൊ ഞാനൊരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങാം. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോയി ആൾക്കൂട്ടൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി പഠിക്കാം. പിന്നെ ഇതുങ്ങളെയൊന്നും ആശ്രയിക്കണ്ടല്ലോ എവിടെയെങ്കിലും പോവാൻ. അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ ജാട കാണണം. ഒന്നുമില്ല പാറുമോളെ, സന്തോഷം കണ്ടിട്ട് ചിരിച്ചതാ. ദേ ബീച്ച് എത്താറായല്ലോ. ദേ ബീച്ച് എത്തുന്നതിന് മുമ്പ് അമ്മ ഒരു കാര്യം പറഞ്ഞേക്കാം. ദേ അമ്മയുടെ ആന്റീന്റെ അടുത്ത് കൂടെ അല്ലാതെ വേറെ എങ്ങും പോവാൻ നിൽക്കരുത്. പിന്നെ കണ്ടവരൊക്കെ തന്നെ സാധനങ്ങളൊന്നും അറിയാണ്ട് മേടിച്ച് കഴിക്കാൻ നിൽക്കരുത്. അവരൊക്കെ പിടിച്ചോണ്ട് പോവും കേട്ടാ. അവിടെ നിറച്ച് പിള്ളേരെ പിടുത്തക്കാരൊക്കെ ഉള്ളതാ. എന്ത് പിള്ളേരെ പിടുത്തക്കാരോ? അമ്മ എനിക്ക് പേടിയാ. അതെ കേശു, അമ്മ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിന്റെ അടുത്ത്. നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ നടക്കണം കേട്ടാ. അല്ലെങ്കിൽ ആന്റീന്റെ കൂടെ. വേറെ പരിചയമില്ലാതെ ആരെന്ത് തന്നാലും മേടിച്ച് കഴിക്കരുത്. എല്ലാരോടും കൂടെ ഈ പറയണ, കേശുവിനോട് മാത്രമല്ല കേട്ടാ. മോളെ ലച്ചു, നിനക്കെപ്പോഴും ഇവരെ മേലൊരു കണ്ണ് വേണം കേട്ടോ. ശരി ആന്റി. പാർക്കുട്ടി, അമ്മ എന്താ വണ്ടിയിൽ വെച്ച് പറഞ്ഞത്? കണ്ണി കണ്ട സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേനും കൈവിട്ടെങ്ങും പോരുതെന്ന് പറഞ്ഞായിരുന്നാ? കണ്ണി കണ്ടവരടുത്തൊന്നും വാങ്ങിച്ചു കഴിക്കരുതെന്ന് പറഞ്ഞായിരുന്നാ? അയ്യോ, അമ്മയുടെ മോള് പിണങ്ങിയാ? അമ്മയുടെ മോള് പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ലടാ. അതെ, ഞങ്ങളുള്ളപ്പോ മേടിച്ചു കഴിച്ചാൽ കുഴപ്പമില്ല. വേറെ ആരെയും കയ്യിൽ നിന്ന് ഞങ്ങളില്ലാത്ത സമയത്തൊന്നും ഒന്നും വാങ്ങിച്ചു കഴിക്കരുതെന്നാ പറഞ്ഞത് കേട്ടാ. മേടിച്ചു കഴിച്ചോ. എനിക്കാദ്യം. നീ പോടി, ഞാനല്ലേ പറഞ്ഞത് ആദ്യം വേണം എനിക്കെന്ന്. നടക്കൂലെന്നല്ലേ ഞാനും പറഞ്ഞേ. എന്റെ പൊന്നോ, തുടങ്ങി രണ്ടെണ്ണം. എവിടെ പോയാലും മനുഷ്യന് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം തരില്ല. അവിടെ കിടന്ന് തല്ലു കുടിക്കോളും. എനിക്ക് ഐസ്ക്രീം വാങ്ങിക്കണ്ട, എല്ലാരും ഇങ്ങ് പോരി. എനിക്ക് ഒരു പണി ചെയ്യാം ചേട്ടാ. ആദ്യം പാറക്കുട്ടിക്ക് കൊടുത്താൽ മതി കേട്ടാ. അത് നല്ല ഐഡിയ. ശരിയാ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞില്ലേ? ഇനി നിങ്ങളുടെ അടുത്ത പരിപാടി എന്താ?
വെള്ളത്തിലിറങ്ങൽ. അയ്യോ അങ്ങനെ വെള്ളത്തിലൊന്നും അധികം ഇറങ്ങണ്ട, അധികം ആഴത്തിലോട്ടൊന്നും ഇറങ്ങണ്ട, അരിയത്ത് നിന്ന് കളിച്ചാൽ മതി. എന്തോരം വെള്ളത്തിൽ പോയില്ല അപകടം കേസ് കാണാതെ. ന്യൂസ് പേപ്പറിൽ എവിടെ നോക്കിയാലും വെള്ളത്തിലുള്ള അപകടങ്ങളല്ലേ പറയണത്. അതുകൊണ്ട് വെള്ളത്തിലൊന്നും അധികം ഇറങ്ങി കളിക്കണ്ട കേട്ടാ. അതെ സീത പറയണ ശരിയാ, വെള്ളത്തിലോട്ടൊന്നും അധികം ഇറങ്ങണ്ട, അരികത്ത് നിന്ന് കളിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, അമ്മ പറയണ അങ്ങ് കേട്ടാ മതി കേട്ടല്ലോ. അല്ലെങ്കിൽ ആ തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോവാം, അതാ നല്ലത്. അമ്മ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ബീച്ച് വന്നത്, ബീച്ചിൽ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യാനാ? ദേ ശിവ, ഞാൻ ഒന്നങ്ങോട്ട് വെച്ച് തന്നാണ്ടല്ലോ. നിങ്ങക്ക് വേറെ ഇവിടെ എന്തൊക്കെ കളി കളിക്കാം? മണ്ണ് വെച്ച് വീടുണ്ടാക്കി കളിക്കാം, പിന്നെ ബോള് കളിക്കാം, പിന്നെ വെള്ളത്തില് ഉള്ളിലേക്ക് ആദ്യം ഇറങ്ങണ്ടെന്നല്ലേ പറഞ്ഞത്, അറ്റത്ത് നിന്ന് കളിച്ചോളാൻ പറഞ്ഞല്ല. പിന്നെ നിനക്കൊക്കെ എന്താ ഇത്ര വേഷം കെട്ട്? അമ്മക്ക് ഏത് നേരം നോക്കിയാലും ഈ ദുരന്തം പറയാൻ സമയമുള്ള. ദുരന്തം പറയണതല്ല എന്റെ പൊന്നുമക്കളെ, നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തോണ്ടാ. അപകടം പറ്റണതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ, വല്ലതും വന്നു പോയിട്ട് പിന്നെ കിടന്ന് കൈകാലിട്ട് കരണ്ടിട്ട് ഒരു കാര്യമില്ല. ശരി, തുമ്പത്ത് നിന്ന് കളിച്ചോട്ടെ. ആ തുമ്പത്ത് നിന്നൊക്കെ കളിച്ചോ, അതൊന്നും പ്രശ്നമില്ല, ആഴത്തിലോട്ട് ഇറങ്ങാതിരുന്നാൽ മതി. അതെ സീത പറഞ്ഞ പോലെ തുമ്പത്തിരുന്ന് കളിച്ചോ. പിന്നെ ബോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ബോള് കളിക്കാം, എന്തൊക്കെ കളിക്കാം നിങ്ങൾക്ക്. ശരി അമ്മേ. എങ്കി വാ നമുക്ക് കളിക്കാം. ഓക്കെ, ഞാൻ റെഡിയാ. ഞങ്ങളും ഞങ്ങളും ഞങ്ങളെ കൺവെട്ടത്തുനിന്ന് മാറി വേറെ എങ്ങോട്ടും പോകരുത് കേട്ടാ. അയ്യോ അമ്മേ, കണ്ടിട്ടുന്നല്ലേ ഈ വെള്ളത്തിന് എന്നാ തണുപ്പാ. അതെ അതെ, പാറക്കുട്ടി പറഞ്ഞത് ശരിയാ, തണുത്തിട്ടും പാടില്ല. ലച്ചേച്ചി എന്താ അവിടെ തന്നെ ഇരിക്കണ? ലച്ചേച്ചി വാ ലച്ചേച്ചി. അയ്യോ ഞാനൊന്നുമില്ലേ, നിങ്ങളൊക്കെ കൂടെ തന്നെ കളിച്ചോ. ലച്ച നീയും പോടി, അവരുടെ പോയിരുന്ന് കളിക്ക്, ഇതൊക്കെയല്ലേ രസം. ഏയ് ഞാനൊന്നുമില്ല ആന്റി, ഞാൻ അവരിവിടെ നിന്ന് കളിക്കണത് കണ്ടോണ്ടിരുന്നോളാം. അതൊന്നും പറഞ്ഞാ പറ്റൂല, ലച്ചേച്ചി വാ. വാ ലച്ചേച്ചി, പിള്ളേർ ഇത്ര വിളിച്ചല്ലേ ചെല്ല്. ആ ഞാൻ പോവാം. ശരി അമ്മ, ഇവര് പറഞ്ഞത് നല്ല തണുപ്പാ വെള്ളത്തിന്. നിങ്ങൾ മാത്രം എന്തിനാ അവിടെ ഇരിക്കണ? നിങ്ങളും വാ. ഏയ് ഞങ്ങളൊന്നുമില്ല മക്കളെ, നിങ്ങൾ വെള്ളത്തിലിരുന്ന് കളിച്ചോ. ഞങ്ങളൊക്കെ മുതുക്കന്മാരായില്ലേ, ഇനി എന്ത് വെള്ളത്തിൽ കളി. എന്തു മുതുക്കന്മാര്? അമ്മയും ആന്റിയും കൂടെ എന്നെ നിർബന്ധിച്ച് പറഞ്ഞിട്ടല്ലേ, രണ്ടുപേരും വന്നേ. നിങ്ങൾ ഇറങ്ങി കളിച്ചോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്നോളാം, അല്ലേ നീലു? അതെ അതെ, നമുക്കിവിടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. നിങ്ങൾ പിള്ളേരെല്ലാരും കൂടെ കളി മക്കളെ. ഓ ജാടയല്ലടാ, കുറച്ചു നേരം കഴിയുമ്പോ ഞങ്ങൾ വരാം, നിങ്ങളിപ്പോ കളിച്ചോ. എന്നാ ശരി, നടക്കട്ടെ നിങ്ങളുടെ വിശേഷം പറച്ചില്. ഹായ്, നിങ്ങൾ മൂന്നേരം ഉണ്ടാക്കിയ വീട് കാണാൻ എന്ത് രസാ. എനിക്ക് ഉണ്ടാക്കണം ഇതേപോലത്തെ വീട്, എന്നെ കൂട്ടോ നിങ്ങൾ ഉണ്ടാക്കാൻ? അതിനെന്താടി, ശിവേച്ചിയുടെ ചക്കട പാടുകൂട്ടി വാ, ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കോ. അതെ വാ. ഹായ്, എന്ത് രസാ ഇങ്ങനെ ഉണ്ടാക്കാൻ. അതെ എല്ലാരും ശ്രദ്ധിച്ചേ, എന്റെ ബോൾ കറക്കെല്ലാം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഹായ്, എന്ത് ഭംഗിയില കേശു ബോള് കറക്കണേ. ഇതെങ്ങനെ കേശു കറക്കണേ, എന്നെ പഠിപ്പിച്ചേരോ? അതിനെന്താ, പഠിപ്പിച്ചു തരാലോ, ഇങ്ങോട്ട് വാ. ആദ്യം കൈ നീട്ട്. ആ നീട്ടാം. ഇനി വിരലിന്റെ തുമ്പത്ത് ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പതിയെ സ്പിൻ ചെയ്യും. അങ്ങനെ തന്നെ, ഭയങ്കര സിമ്പിളായത്. അമ്പോ ചിന്നുകുട്ടി, പൊളി. ദേണ്ടേ ഒരു അമ്മുമ്മ. ദേണ്ടേ പുറകില് നിങ്ങളുടെയൊക്കെ. കുഞ്ഞുമക്കളൊക്കെ എവിടെന്ന് വരുവാ? ഞങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാ അമ്മൂമ്മേ. ശിവ, പരിചയമില്ലാത്തവരോട് സംസാരിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? ശരിയാ. അമ്മൂമ്മ എവിടെന്നാ? അമ്മൂമ്മക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട മക്കളെ, ഞാനൊരു പാവം കൈനോട്ടക്കാരിയാ. കൈ നോക്കി ഞാൻ നിങ്ങളുടെ ഭാവി പറഞ്ഞു തരാം. അതൊന്നും വേണ്ട അമ്മൂമ്മേ, അമ്മൂമ്മ പൊയ്ക്കോ. ഞങ്ങളുടെ അടുത്ത് പരിചയമില്ലാത്തവരോടൊന്നും മിണ്ടരുതെന്നാ അമ്മ പറഞ്ഞേക്കണേ. ആഹാ, മോൻ നല്ല കുട്ടിയാണല്ലോ, രാസാവ് മാതിരി ഇരിക്കണ്. അമ്മൂമ്മക്കൊന്നും വേണ്ട മക്കളെ, അമ്മൂമ്മ ചുമ്മാ വന്നതാ. മക്കളൊക്കെ കൂടെ ഇവിടെ കളിക്കണ കണ്ടപ്പോ അമ്മൂമ്മക്ക് സന്തോഷായി. അപ്പൊ അമ്മൂമ്മയ്ക്കാണെങ്കിൽ ആരും ഇല്ലേ, അപ്പൊ മക്കളെ കണ്ടപ്പോ ഒന്ന് വെറുതെ വന്നതാ, ഒന്ന് നിങ്ങളോട് സംസാരിക്കാൻ. ആണോ? അതെന്താ അമ്മൂമ്മക്ക് ആരും ഇല്ലാത്തേ? അമ്മൂമ്മയുടെ മക്കളൊക്കെ എവിടെ? അമ്മൂമ്മയുടെ മക്കളൊക്കെ വലുതായപ്പോ അമ്മൂമ്മേനെ ഇട്ടേച്ചും പോയടാ. എന്ത് ചെയ്യാനാ, അമ്മൂമ്മ ഇപ്പൊ ഒറ്റക്കാ. അയ്യോടാ, പാവ അമ്മൂമ്മ. അതാരമ്മൂമ്മേനെ, ഇത്ര പാവ അമ്മൂമ്മേനെ ഇവിടെ ഇട്ടിട്ട് പോയത്? അതൊക്കെ അമ്മൂമ്മയുടെ മക്കളാടാ. അതെന്തേലും ഒക്കെ ആവട്ടെ, മോനെ കാണാൻ രാസാവ് മാതിരി ഇരിക്കുത്. മോൻ എന്തോ ഒരു ദോഷം ഉണ്ടായിരുന്നു, അത് ഈ ഇടകാലം കൊണ്ട് മാറിപ്പോയി.
ആ അതെ, ശരിയാ അമ്മൂമ്മ പറഞ്ഞത്. ഇവനെ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പേ ഇവൻ ഇവിടെന്ന് ഒരു കൂട്ടർ തട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾക്ക് എന്നിട്ട് ഇവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്ന് ഞങ്ങൾ എന്നിട്ട് കുറേ പേടിച്ച്. അതെ അമ്മൂമ്മേ, ഞാൻ കുറേ പേടിച്ചു പോയി. മക്കൾ വിഷമിക്കണ്ടടാ, മോൻ്റെ ചീത്തക്കാലമൊക്കെ പോയി. ഇനി മോന് നല്ല കാലാ. മോൻ്റെ ഇതങ്ങോട്ട് ഉദിച്ച് നിൽക്കുക. ഇനി മോന് വെച്ചടി കയറ്റായിരിക്കും. മോൻ കാരണം നിങ്ങൾക്ക് വൈകാതെ സ്വന്തമായിട്ടൊരു വീടുണ്ടാകും. ആടാ മക്കളെ, നിങ്ങൾ സന്തോഷിക്കടാ. നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ടൊരു വീട് വരാൻ പോവാ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അമ്മൂമ്മേ. എങ്കി ഈ അമ്മൂമ്മ പോട്ടേടാ. പിന്നെ എപ്പോഴെങ്കിലും ഈ വഴി വരുമ്പോ നമുക്ക് കാണാം. നീയൊക്കെ അല്ലാതെ ആരെങ്കിലും അവര് പറയണ വിശ്വസിക്കുവോ? പിന്നെ അവരല്ലേ തീരുമാനിക്കണം നമുക്ക് വീട് വരാൻ പോണ കാര്യം. പക്ഷെ എന്നാലും ലച്ച ചേച്ചി, നമുക്ക് വീടില്ലാത്ത കാര്യം അമ്മൂമ്മക്ക് എങ്ങനെ മനസ്സിലായി? ആവോ, അതൊക്കെ വെറുതെ വല്ല വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതായിരിക്കും. ആഹാ, എന്താ ഇവിടെ ഒരു കൂട്ടച്ചർച്ച? അതെ അതെ, കളിയൊക്കെ കഴിഞ്ഞില്ലേ, വീട്ടിൽ പോവാറായില്ലേ? അതെ നീലുമ്മ, ഇവിടില്ലേ ഇപ്പൊ ഒരു അമ്മൂമ്മ വന്നേച്ചു. ഞാൻ നിങ്ങളോട് വന്ന വഴി പറഞ്ഞത് എന്താ, പരിചയമില്ലാത്തവർ സംസാരിക്കരുതെന്ന് പറഞ്ഞായിരുന്നോ? അത് ഞാൻ പറഞ്ഞതാ അമ്മ ശിവനോട്. പക്ഷെ അമ്മ, ആ അമ്മൂമ്മ ഒരു പാവ അമ്മൂമ്മേ. ആ അമ്മൂമ്മക്ക് ആരുമില്ല. ആ അമ്മൂമ്മേന്റെ മക്കളൊന്നും അമ്മൂമ്മേനെ നോക്കാതെ ഇവിടെ ഇട്ടിട്ട് പോയി കളഞ്ഞു. അങ്ങനെയൊക്കെ പല കഥകളും പറഞ്ഞ് പലരും വരും. അതൊന്നും കേട്ട് വിശ്വസിക്കാൻ നിൽക്കണ്ട. ഇല്ലാണ്ടി, അവര് പാവാ. ഞങ്ങളെ മക്കളെ കണ്ടപ്പത്തേനും വെറുതെ ചുമ്മാ കാണാൻ വന്നതാന്ന് പറഞ്ഞ് വന്നതാ. അവര് കൈനോട്ടക്കാരിയായിരുന്നു. അവര് കേശുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ, മോന് കുറച്ച് കഷ്ടകാലം ഉണ്ടായിരുന്നു, അതൊക്കെ നീങ്ങിപ്പോയെന്ന് പറഞ്ഞു. അതൊക്കെ അവർക്ക് എങ്ങനെ മനസ്സിലായി? അതൊന്നും അറിയാൻ പാടില്ല നീലുമ്മ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കൈനോട്ടക്കാരിയായിരുന്നു. അവര് പറഞ്ഞു ഇനി കേശുവിന് പുതിയൊരു വീട് വരും, കേശു രാസാവും മാതയും വാഴുന്നൊക്കെ പറഞ്ഞമ്മ. അവര് പലതും പറയും. അതൊക്കെ കേട്ട് തുള്ളാൻ നിന്നോ ഇങ്ങനെ. പിടിച്ചു കേട്ടേ വല്ല ചാക്കിലിട്ടോണ്ട് പോയി കഴിയുമ്പോ തീർന്നോളും. ഒന്ന് പേടിച്ചത് പോരെ നിങ്ങൾക്കൊക്കെ? ഇനി ഞങ്ങൾ അങ്ങനെയുള്ളവരോടൊന്നും മിണ്ടില്ല അമ്മ. ശരി, വാ നടക്ക്, നമുക്ക് വീട്ടിൽ പോവാ. സന്ധ്യ ആണേന് മുമ്പ് വീട്ടിൽ കയറാം. വാ നടക്കല്ല. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണേ. നീ മാറിയേ, നീ കുറച്ചു നേരം ഞാൻ ഇരിക്കട്ടെ വിൻഡോ സീറ്റില്. പോടി, നടക്കൂല. നീ വേണമെങ്കി അപ്പുറത്ത് പോയിരുന്നു. അമ്മേ, ഇത് കണ്ടോ, ഇവൻ മാറി തന്നില്ല. ഇത്ര നേരം ഇവനല്ലേ ഇവിടെ ഇരുന്നത്? ദേ പിള്ളേരെ, മര്യാദക്ക് അവിടെ എങ്ങാനും മിണ്ടാണ്ടിരുന്നോ? ആകെ പ്രാന്ത് കയറിയിരിക്കണേ. അതെ, എനിക്കും പറഞ്ഞ ഒരു വക അനുസരണയില്ല ഒറ്റെണ്ണത്തിന്. ലച്ചു, നിനക്കെങ്കിലും ഒരു വിവരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞാണോ പരിചയമില്ലാത്തവർ സംസാരിക്കരുതെന്ന്? അത് പിന്നമ്മേ, ആ അമ്മൂമ്മേനെ കണ്ടിട്ട് ഭയങ്കര പാവം തോന്നി, അതാ സംസാരിച്ചേ. തോന്നൂടി, നിനക്കൊക്കെ പലതും തോന്നും. പാവം തോന്നും, എല്ലാം തോന്നും. അവസാനേ കൂട്ടത്തിലെ തന്നെ പിടിച്ചോണ്ട് പോയത് മറന്നിട്ടില്ലല്ല. അങ്ങനെ വല്ലതും പറ്റി കഴിഞ്ഞിട്ട് പിന്നെ കൈയും കാലും ഇട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞു തന്നേണോ ഞങ്ങളെല്ലാം? ഇപ്പൊ തന്നെ അവര് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ ഞങ്ങൾ ആരും നിങ്ങളുടെ അടുത്ത് കൂടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങാനും വല്ല പിടിച്ചോണ്ട് പോയെങ്കിൽ എന്ത് ചെയ്തേനെ? അവരെ കൂട്ടത്തിൽ വേറെ വല്ല ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അല്ല, ഇത്ര നിങ്ങൾ വിചാരിക്കും. അവർക്ക് എങ്ങനെ മനസ്സിലായി കേശുവിന് ഇത്ര നാളെ ബാഡ് ടൈം ആയിരുന്നു, ഇനി മുതൽ നല്ല ടൈം ആയിരിക്കും എന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ഇനി എങ്ങാനും ഇവര് അവരെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണെങ്കിലോ? നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. അവരെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണെങ്കിലോ? എല്ലാം അറിഞ്ഞിട്ട് വന്നിട്ട് ഈ കിടന്ന് വർത്താനം പറയാനാണെങ്കിലോ? എല്ലാണ്ടി, ആ അമ്മൂമ്മ ഒരു പാവം അമ്മൂമ്മ, കണ്ടാലറിയാം പാവം. ദേ ശിവ, ഒരു ദിവസം കണ്ട അറിവ് വെച്ച് നീ വെറുതെ ഒരാളെ വിലയിരുത്തല്ലേ കേട്ടാ. ഞങ്ങൾ ഇതൊക്കെ കുറെ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പതേ ഞങ്ങളെ നിങ്ങൾ ആദ്യം പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട കേട്ടാ. ശ്രദ്ധിച്ചാ ദുഃഖിക്കണ്ട, അത്രേ ഉള്ളൂ. ശരി അമ്മേ. ഫോൺ അടിക്കുന്നുണ്ടല്ലോ, ബാലു ആണ്. ഹലോ ബാലു, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഇത്ര നേരമായിട്ട് ഞങ്ങളെ കാണാത്തോണ്ട് വിളിച്ചതാണോ? എല്ലാം നിലു, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എന്ത് സന്തോഷ വാർത്തയോ? എന്താ നിലു, എന്താ സംഭവം? എന്താ? എനിക്കറിയില്ല സീതേ, ഞാൻ ചോദിക്കട്ടെ, ചോദിച്ചിട്ട് പറയാം. ഒരു മിനിറ്റ്. എന്താ ബാലു, പെട്ടെന്ന് പറ. ഞങ്ങളിവിടെ ആകെ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുക. എടി, അത് പിന്നെ നമ്മൾ വീട് പണിയാൻ വേണ്ടി ഒരു ലോണിന് അപ്ലൈ ചെയ്തേച്ചില്ലേ, അത് സാങ്ഷൻ ആയി. പിന്നെ സത്യം, അത് ഇത്ര നാൾ നമ്മൾ ശ്രമിച്ചിട്ട് സാങ്ഷൻ ആവണ്ടായിരുന്നില്ലല്ലോ. പറ്റി പെട്ടെന്ന്? എന്താ നിലു, എന്താ സംഭവം? എന്താ പറ. അതെ സീതേ, ഞങ്ങള് ഒരു വീടിന്റെ ലോണിന് അപ്ലൈ ചെയ്തേച്ചില്ലേ, അത് സാങ്ഷൻ ആയിന്ന്.
എന്ത് സത്യാണോ? അമ്പോ കോളടിച്ചല്ല. എന്താ ഞങ്ങൾക്ക് വീട് വരാൻ പോണെന്നോ? ദൈവമേ, ദൈവത്തിന് നന്ദി. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചതല്ല ഈ വീടിന് നമ്മുടെ ലോൺ സാങ്ഷൻ ആവുന്നു. ഞാനും ബാലു, ഞാനും ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഇന്നൊരു സംഭവം ഉണ്ടായി. അത് ഇതും കൂടെ റിലേറ്റ് ചെയ്യുമ്പത്തേനും എന്തോ ആ അമ്മൂമ്മ പാവമായിരുന്നെന്ന് തോന്നണ്. അമ്മൂമ്മയോ? എന്തൊക്കെയാ നീലു ഈ പറയണേ? അതൊക്കെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പറയാം ബാലു. ഇപ്പൊ ഫോൺ വെക്ക്. ശരി. കണ്ട ഞങ്ങൾ അമ്മേനോട് പറഞ്ഞതല്ലേ ആ അമ്മൂമ്മ പാവാണെന്ന്. അപ്പൊ അമ്മ ആന്റി എന്തൊക്കെയാ പറഞ്ഞത്? അതെ ഞങ്ങൾ ആ അമ്മൂമ്മ പാവെന്ന് പറഞ്ഞപ്പോഴത്തേനും അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ അമ്മൂമ്മ പറഞ്ഞ പോലെ തന്നെ നടന്നില്ലേ? നമുക്ക് പുതിയ വീട് വരാൻ പോണല്ലേ. ശരിയാ, പാവം എന്റെ മക്കളെ ഞാൻ വെറുതെ ചീത്ത പറഞ്ഞു. ആ അമ്മൂമ്മ എന്നാലും ആ അമ്മൂമ്മ എവിടെ നിന്ന് വന്നതായിരിക്കും? ആ അമ്മൂമ്മക്ക് മക്കളൊന്നുമില്ല, ആരും ഇല്ലാന്നല്ലേ പറഞ്ഞത്? അതെ ആന്റി. എന്തായാലും ആ അമ്മൂമ്മയുടെ നാവ് പൊന്നാട്ടെ. ആ അമ്മൂമ്മ പറഞ്ഞ പോലെ തന്നെ നടന്നല്ലോ. നമ്മള് പോന്ന വഴി തന്നെ നമുക്ക് ആ വിവരം അറിയാൻ പറ്റിയല്ലോ. ആ അമ്മൂമ്മേനെ നമ്മൾ ഇത്ര നേരം തെറ്റിദ്ധരിച്ചത് വെറുതെ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാക്കി തരാൻ വേണ്ടി ചിലപ്പോ ദൈവമായിരിക്കും ഇപ്പൊ തന്നെ ആ ലോൺ സാങ്ഷൻ ആയ വിവരം ബാലുവിനോട് നമ്മളെ വിളിച്ച് പറയാൻ തോന്നിച്ചത്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. എന്നാലമ്മേ, നമുക്ക് പുതിയ വീട് വരാൻ പോണല്ലേ? ആ അമ്മൂമ്മേനെ കണ്ട നമുക്ക് ആ അമ്മൂമ്മക്ക് കൊറേ മിഠായി മേടിച്ചു കൊടുക്കാം. അതെ മക്കളെ, നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് തന്നെ മനുഷ്യന് മനസ്സ് പറഞ്ഞു. സാരല്ല, പോട്ടെ. അമ്മ ചീത്ത പറഞ്ഞതൊക്കെ വിട്ട് കളഞ്ഞേര്. പക്ഷെ എന്നാലും എല്ലാരും ആ അമ്മൂമ്മേനെ പോലെ നല്ലതായിട്ട് കണ്ട് നിങ്ങൾ പെരുമാറരുതിട്ട് ഒരിക്കലും. എല്ലാരും നല്ലതായിരിക്കില്ല അവരെ പോലെ. എന്തായാലും ആ അമ്മൂമ്മേനെ ദൈവം കാക്കട്ടെ. ആ അമ്മൂമ്മക്ക് ആരെങ്കിലും തുണ കിട്ടട്ടെ. അതെ അമ്മേ, അത് പാവ അമ്മൂമ്മയാ. അമ്മൂമ്മേനെ കാലാണാവോ കളഞ്ഞിട്ട് പോയത്. ശോ, എന്നാലും എനിക്ക് ആ അമ്മൂമ്മേനെ ഒന്നും കൂടെ കാണണം. എനിക്ക് ഇനി വല്ല ഭാഗ്യം ഉണ്ടെങ്കിലും, വല്ല നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള വല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്ന് ആ അമ്മൂമ്മേനോട് ചോദിച്ചു നോക്കായിരുന്നു. ഇനിയിപ്പോ എന്തായാലും എല്ലാ പ്രശ്നവും തീർന്നില്ലേ? ഇനി ഇവനോട് വിൻഡോ സീറ്റിൽ നിന്ന് മാറാൻ പറ അമ്മേ. പിന്നീട് ഞാൻ മാറണം, നീ അങ്ങോട്ട് നോക്കിയിരുന്നാ മതി. മാറടാ വിൻഡോ സീറ്റിന്ന്. ഇനി ഇത്തിരി ദൂരം കൂടെ അല്ലേ ഉള്ളൂ. ഞാൻ ഇച്ചിരി നേരം ഇരിക്കട്ടെ. മാറടാ അവിടെ നിന്ന്. ഇല്ലടി, പറ്റില്ല. നീ എന്ത് ചെയ്യും? അമ്മ, ഇവൻ എന്റെ മുടി പിടിച്ച് വലിക്കണം. കേശു, ശിവ, വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടരുത് കേട്ടാ. ചേച്ചിക്കും ചേട്ടനും ഇപ്പൊ തന്നെ കിട്ടുവേ. അമ്മയുടെ കയ്യിൽ ഇപ്പൊ തന്നെ കിട്ടും. ദേ പാറക്കുട്ടി, അധികം നീ കിടന്ന് ചിരിക്കണ്ട. നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടുവേ. അതെ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടും. അമ്മ, എന്റെ പൊന്നു ദൈവങ്ങളെ, ഇതൊക്കെ ഇനി എന്ന് നന്നാവാനാണാവോ? എന്റെ പൊന്നോ, തല്ലും കഴിഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും ഒന്നിച്ച്. നിങ്ങളെല്ലാരും ആദ്യമായിട്ടാ എന്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇപ്പഴാ ഒന്ന് സമാധാനായേ. എത്ര കാലമായെന്നറിയോടാ ആ വീടിന്റെ ലോണിന്റെ പുറകെ നടക്കണ ഞങ്ങളിങ്ങനെ. അതല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ടൈം ഉണ്ടടാ. ആ ടൈം ആവുമ്പോ എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കും. എടാ, ദേ അവര് വന്നാ തോന്നണേ. ആഹാ, ഇതാരാ? അച്ഛന്റെ പാറുമോളോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? ആഹാ, ബീച്ചിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഇന്ന് ഞങ്ങള് ബീച്ചിൽ പോയപ്പോ ഞങ്ങളൊരു അമ്മൂമ്മേനെ കണ്ട്. ആ അമ്മൂമ്മ പറഞ്ഞേ കേശു ചേട്ടന് എന്തോ ഒരു ചീത്ത സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി കേശു ചേട്ടന് പുതിയ വീട് വരാൻ പോണേന്ന് പറഞ്ഞു. എടാ, അതേതമ്മൂമ്മയാണത്? അച്ഛാ, ഞങ്ങളും വന്നു. അതെന്താ അച്ഛന്റെ ശിവക്കുട്ടിയുടെ മുഖം ഇങ്ങനെ ഇരിക്കണേ, കടന്നല് കുത്തിയ പോലെ? അത് പിന്നെ അച്ഛാ, ഈ പാറുമോള് ഞങ്ങൾ വന്നതിന് മുമ്പ് ഓടിപ്പോന്നു ഞങ്ങളുടെ കൈവിട്ട്. അതാ ഞാൻ ദേഷ്യത്തിലിരിക്കണേ. അതെന്തിനാ പാറുമോള് ഓടിപ്പോന്നെ ചേച്ചിയുടെ കൈവിട്ട്? ആഹാ, അച്ഛന്റെ സുന്ദരി കുട്ടി അച്ഛന്റെ അടുത്തേക്ക് ഓടി വന്നേ. അച്ഛന്റെ പഞ്ചാര മക്കളെല്ലാം ഓടി അച്ഛന്റെ അടുത്തേക്ക് വാ. ഈ പിള്ളേരൊരു കാര്യം. ചിന്നുകുട്ടിയും ലച്ചും പിന്നെ അമ്മയും ആന്റിയൊക്കെ എവിടെ? അവരൊക്കെ പുറകെ വരണുണ്ട് അച്ഛാ. അവരൊക്കെ കാറിൽ നിന്ന് എന്തോ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരുവാ. എന്നിട്ട് നിങ്ങളെന്താ സാധനങ്ങളൊക്കെ എടുക്കാൻ കൂടാഞ്ഞേ? അത് പിന്നെ അച്ഛാ, ഈ പാർക്കുട്ടി ഇങ്ങ് ഓടിപ്പോന്നില്ലേ, അപ്പൊ ഞങ്ങൾ പുറകെ ഓടിപ്പോന്നതാ. അമ്മ പറഞ്ഞു ഞങ്ങളോട് പാർക്കുട്ടിന്റെ പുറകെ പോവാൻ. ആഹാ, അച്ഛന്റെ മിടിക്ക് കുട്ടിയാട്ടോ.
അപ്പ അച്ഛാ ഞാനോ? നീ അല്ലേലും മിടുക്കനല്ലേടാ. എന്റെ പൊന്ന് പാർക്കുട്ടി, നീ എന്ത് പണിയാ കാണിച്ചത്? നീ എന്തിനാ ഞങ്ങൾക്ക് മുമ്പ് ഓടിപ്പോന്നേ? അത് പിന്നെ എന്റെ പഞ്ചാരം ഓക്കെ അച്ഛനെ കാണാൻ കൊതിയായിട്ട് അവൾ ഓടിപ്പോന്നത്. നീ ഒന്നും വേണ്ടെന്ന്, അവൾക്കേ അവളുടെ ബാലുവച്ചനെ മതി, അതുകൊണ്ട് ബാലുവച്ചനെ കാണാൻ ഓടിപ്പോന്നതാ. ഓഹോ, അപ്പൊ അങ്ങനെയായി. ഇപ്പൊ അച്ഛനും മോളും കോംബോ ആയി. ഇത്ര നേരം ബീച്ചിൽ പോയി കറങ്ങാൻ വേണ്ടിയിട്ട് അവൾക്ക് അമ്മേനെ വേണമായിരുന്നു, ഇപ്പൊ അച്ഛനെ മതിയല്ലേ? ഇനി അച്ഛനും മോളും കൂടെ എവിടെയെന്ന് വെച്ചാ പൊയ്ക്കോട്ടെ. അച്ഛനും മോളുമായി, അച്ഛന്റെ മോളുടെ പാടായി. ഇനി എന്നെ വിളിക്കണ്ട ഒരു സ്ഥലത്തും പോവാൻ, കേട്ടല്ല? എന്റെ പൊന്നു ദൈവങ്ങളെ, മക്കളെക്കാളും കഷ്ടമാണല്ലോ അമ്മ. എടി പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഈ പാറുമോള് വന്ന ഉടനെ തന്നെ ഏതൊരു അമ്മൂമ്മേന്റെ കാര്യം പറയണ്ടായിരുന്നല്ലോ. നീയും പറയണ്ടായിരുന്നല്ലോ ഒരു അമ്മൂമ്മേന്റെ കാര്യം. ആ അമ്മൂമ്മ പാവമായിരുന്നൊക്കെ ഫോൺ ചെയ്തപ്പോ. അതൊന്നും പറയണ്ട ബാലു. ദേ ഈ പിള്ളേരെ അവിടെ കളിച്ചോണ്ടിരുന്നപ്പോ ഒരു അമ്മൂമ്മേനെ കണ്ട് ബീച്ചിൽ വെച്ച്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞങ്ങൾ ആ അമ്മൂമ്മേനെ വെറുതെ ഡൗട്ട് അടിച്ച്. പക്ഷെ ആ അമ്മൂമ്മ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ബാലു വിളിച്ചപ്പോ ഞങ്ങക്ക് മനസ്സിലായത്. ആഹാ, എന്നിട്ട് നിങ്ങളാരും ആ അമ്മൂമ്മേനെ കണ്ടില്ലേ? ഇല്ല ബാലു, ഞങ്ങളാണെങ്കിൽ പിള്ളേരെ വെറുതെ കുറെ ചീത്തയും പറഞ്ഞു. ആ സാരില്ല, അതൊക്കെ പോട്ടെ. ഇനിയിപ്പ തിരിച്ച് വീട്ടിലേക്ക് നമുക്ക് ഇറങ്ങണ്ടേ? വേണ്ടങ്ങളെ, പോവണ്ടങ്ങളെ. പോവണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവടെ മക്കളെ? ഒരു ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ. പിന്നെ ലച്ചുവിനും വർക്കിന് പോണം, എനിക്കും വർക്കിന് പോണം. പിന്നെ നമ്മൾ പോവാതിരുന്ന എങ്ങനെ കാര്യം നടക്ക? മിന്നുമോൾ എപ്പോഴാ വന്നത്? സീതേ, മിന്നു വന്നിട്ട് ഇറങ്ങാലോ എന്ന് വിചാരിച്ച് നിക്കുവായിരുന്നു. മിന്നു കുറച്ച് കഴിയുമ്പോ എത്തുന്നില്ലു. മിന്നോള് വന്നു കഴിയുമ്പോ ഞങ്ങൾ ഇറങ്ങൂട്ടാ. ഇനി എപ്പോഴാ ഇങ്ങടൊക്കെ ഒന്ന് ഇറങ്ങണേ? ആ, ഇപ്പൊ ഞങ്ങള് വന്നില്ലേ, ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് വാ. ചേട്ടാ, ഒരു ദിവസം ലീവ് ഉള്ളപ്പോ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങട്ടാ. അതിനെന്താ, ആ എന്നെങ്കിലും ലീവുള്ള ദിവസം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. അപ്പൊ മിന്നുമോള് വന്നു കഴിയുമ്പോ ഞങ്ങൾ ഇറങ്ങേ. ശരി നീലു, അപ്പൊ എന്തെങ്കിലുമൊക്കെ കാണാം. അല്ല പറഞ്ഞ പോലെ മുടിയൻ എന്തിയേ? അത് ശരിയാണല്ലോ, മുടിയനെ കണ്ടില്ലല്ലോ. മുടിയൻ പോയി അവളെ വർക്കിന്ന് പിക്ക് ചെയ്തോണ്ട് വരാന്നാ പറഞ്ഞത്. പിക്ക് ചെയ്യാൻ പോയേക്കണായിരിക്കും. ഐ ലവ് യു. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇത് എപ്പോഴാ പറയാൻ പറ്റണേന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയണേ. താങ്ക് യു. എനിക്ക് നിന്നെ ഇഷ്ടാണ്. കുറെ കാലമായി ഞാൻ നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിക്കണേ, പക്ഷെ പറയാൻ പറ്റിയിട്ടില്ല. എന്താ, സത്യമാണോ നീ പറഞ്ഞേ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? അതേടാ, എനിക്ക് നിന്നെ കുറെ നാളായിട്ട് ഇഷ്ടാണ്. പക്ഷെ പറയേണ്ടത് എങ്ങനെയാന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയാഞ്ഞതാ. യേ നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സോ മുടിയെ ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ. അവനൊന്ന് വന്നിരുന്നെങ്കിൽ അങ്ങോട്ട് ഇറങ്ങായിരുന്നു. ആഹാ, അമ്പടാ, അപ്പൊ നിങ്ങൾക്കൊന്നും നാളെ ക്ലാസ്സിൽ പോണ്ടേ? നാളത്തെ ക്ലാസ് എന്ത് ചെയ്യപ്പ? അതാണ്ടി ഒരു ദിവസത്തെ കാര്യല്ലേ, അത് സാരില്ല, ഒരു ദിവസമല്ലേ ലീവ്. പ്ലീസ്, ഇനി നിങ്ങൾ എപ്പ വരാനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല മക്കളെ, വേറൊന്നുമല്ല. ഇവർക്ക് ഓൾറെഡി തന്നെ ഇപ്പൊ കൊറേ ലീവ് ഇവർ ഓരോന്നും പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം ലീവ് അല്ലായിരുന്നോ? അപ്പത്തേനും ഇനി ലീവ് എടുത്തു കഴിഞ്ഞാൽ ടീച്ചർമാര് ചീത്ത പറയില്ലേ? ആന്റി പാരന്റ്സ് മീറ്റിംഗിന് പോകുമ്പോ ആന്റീനെ ചീത്ത പറയുള്ളൂ, ഇവരൊന്നും പറയില്ല. അതാണ് ഇവരിങ്ങനെ നിർബന്ധിക്കണത്. പറ അച്ഛമ്മേനോട്, ഇന്നൊരു ദിവസല്ലേ. അയ്യോ, ഞാനൊന്നുമില്ലേ ഒന്നും പറയാൻ. അവസാനം എനിക്കിട്ട് കിട്ടും നിന്റെ അമ്മയുടെ കയ്യിന്ന്. ആന്റി പ്ലീസ്, ആന്റി പ്ലീസ്, അങ്കിളെ ഞാൻ കാല് പിടിക്കാം പ്ലീസ്, ഇന്നൊരു ദിവസം കൂടെ പ്ലീസ്. നാളെ നിങ്ങൾ പൊക്കോ, ഇന്നൊരു ദിവസം കൂടെ നിന്നോട്ടെ പ്ലീസ് അങ്കിളെ പ്ലീസ്. നീ എന്താന്ന് വെച്ചാ ആന്റീനോട് ചോദിക്ക്. ആന്റി പ്ലീസ്, ആന്റി പ്ലീസ്, ഒരു ദിവസല്ലേ പ്ലീസ്. ആന്റി അങ്കിളെ ഒന്ന് പറയോ പ്ലീസ്? ആന്റി അങ്കിളെ ഒന്ന് പറ അങ്കിളെ, എന്റെ അമ്മേന്റെ അടുത്ത് അപ്പന്റെ അടുത്ത് നിന്ന് പോവണ്ടാന്ന്. ആന്റി പ്ലീസ് പ്ലീസ് പ്ലീസ്. അമ്മ ഒന്ന് പറ അമ്മേ, അമ്മ പറഞ്ഞ ആന്റി കേക്കും. നിലു, പിള്ളേർ ഇത്രയും പറയണതല്ലേ, ഒരു ദിവസം കൂടെ നിക്കട്ടെ. എന്റെ പൊന്നു സീത, എനിക്ക് താല്പര്യമില്ലാത്ത കൊണ്ടല്ല, പക്ഷെ ഒരു ദിവസം കൂടെ മുടക്കെടുത്ത് കഴിഞ്ഞ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കേൾക്കേണ്ടി ഞാൻ വരുമെന്ന് എനിക്കറിയില്ല. അതോർത്ത് പേടിച്ചട്ടാ. ദേ ആന്റി പറയണ കേട്ടില്ലേ, അമ്മ ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? നിങ്ങളുടെ അമ്മ എന്നെ ചീത്തയാക്കേണ്ടി വരും. നിങ്ങളുടെ അമ്മക്ക് ചീത്തയാക്കണേന്ന് നിങ്ങക്ക് പ്രശ്നമൊന്നുമില്ലേ? അങ്ങനെയൊന്നും ടീച്ചർ ചീത്ത പറയില്ല ആന്റി, അമ്മ വെറുതെ കള്ളം പറയുക. ദേ ശിവ, വെറുതെ കിടന്ന് വാശി പിടിക്കണ്ട, നമ്മൾ ഇന്ന് എന്തായാലും പോകും. എന്റെ കയ്യിൽ നിന്ന് വെറുതെ വാശി പിടിച്ച് മേടിച്ച് കൂട്ടണ്ട. വേണമെങ്കിൽ ദേ അത്ര നേരം കൂടെ പോയി അവിടെ അകത്ത് പോയിരുന്ന് കളിക്കാൻ നോക്ക്.
എങ്കിൽ നിങ്ങളെല്ലാരും വാ, നമുക്ക് അത്ര നേരം കൂടെ പോയി കളിക്കാം. പാവം പിള്ളേര്. അതെ അതെ, പാവം പിള്ളേര്. എന്ത് ചെയ്യാനാ സീതെ, ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. ഈ ക്ലാസ് മുടക്കെടുത്ത് കൂട്ടിക്കൂട്ടിയേ ഇപ്പൊ കുമാരൻ പോലെ മുടക്കെടുത്തിട്ടുണ്ട്. ഇനി മിക്കവാറും സ്കൂളിൽ നിന്ന് ഇവരെ അടിച്ച് പുറത്താക്കും. അതുകൊണ്ടാ പിന്നെ ഞാൻ. അതൊക്കെ എനിക്ക് മനസ്സിലാവില്ലേ നീലു, എനിക്കറിയാം. നമുക്കും ഇവിടെ സ്കൂളിലെ പിള്ളേരെ ടീച്ചേഴ്സിന്റെ വായിന്ന് കേട്ടേട്ട് പതിവാണല്ലോ ഇതുങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. അതെ അതെ, ഇതുങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ, നമ്മളല്ലേ വായി കിടക്കണതൊക്കെ കേൾക്കണേ. ആന്റി ഒരു രീതിയിൽ അടുക്കണില്ലല്ലോ ശിവ, എന്ത് ചെയ്യും നമ്മള്? എനിക്കൊരു ഐഡിയ കിട്ടി. എന്താ, പെട്ടെന്ന് പറ ശിവേച്ചി. അതെ, ചിന്നുകുട്ടി കൊണ്ടേ ഞങ്ങളുടെ അവിടെ ഇരിക്കുന്ന ബാഗൊക്കെ കൊണ്ട് ഒളിച്ചു വെക്കേ. ആ സമയത്ത് ഞങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചിക്കാം. എന്നിട്ട് നീ അവരോട് ചെന്ന് പറ, ബാഗൊക്കെ ഞാൻ ഒളിച്ചു വെച്ചേക്കണ തരില്ലാന്ന്. ആ ഐഡിയ കൊള്ളാം, ബെസ്റ്റാ. എങ്കിൽ ചിന്നുകുട്ടി പെട്ടെന്ന് ചെല്ലങ്ങട് ഈ ബാഗ് ഒളിച്ചു വെക്ക്. ഓക്കേ സെറ്റ്. പാർക്കുട്ടി വെക്കം പോയി ഒളിച്ചോ? ശരി ചേച്ചി. എല്ലാരും പോയല്ലോ, ഞാൻ ഇനിയപ്പോ എവിടെ ഒളിക്കാം? ആ ഐഡിയ കിട്ടി, അലമാരിന്റെ ഉള്ളിൽ കയറി ഒളിക്കാം. അതെ, വിഷ്ണു മീനുക്കുട്ടിയും വന്നെന്ന് തോന്നുന്നു. എടാ, നിങ്ങളെന്താ ഇത്ര വൈകിയത്? അതെ, ഞങ്ങൾ എന്തോരം നേരമായി കാത്തിരിക്കണേന്നറിയോ നിങ്ങളെ? നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. നീ എവിടെയായിരുന്നു ഇത്ര നേരം? അത് പിന്നെ അമ്മേ, റോഡില് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതാ വൈകിയേ. ഓഹോ, അതായിരുന്നല്ലേ. എങ്കിൽ ഞാൻ മക്കളെ വിളിക്കട്ടെ, പോകാം നമുക്ക്. ഇറങ്ങാൻ ഇനി അധികം സമയം വൈകിക്കണ്ട, ഇപ്പൊ തന്നെ ഇരുട്ടി തുടങ്ങി. ആ ശരി അമ്മേ, നമുക്കെങ്കിൽ ഇറങ്ങാം. മക്കളെ, ശിവ, കേശു, പാർക്കുട്ടി, ഇങ്ങ് വന്നേ, വാ നമുക്ക് ഇറങ്ങാം. ആന്റി അതെ, അവരൊന്നും വന്നില്ല. എന്ത് വന്നില്ലെന്നോ? അതെ, ഞാൻ അവരെ ബാഗൊക്കെ ഒളിപ്പിച്ച് വെച്ച് അവരൊക്കെ ഒളിപ്പിച്ച് നിർത്തിയേക്കുവാ. മോളെ, വെറുതെ കിടന്ന് കളിക്കാതെ സാധനങ്ങളൊക്കെ എടുത്ത് താടാ. എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യണേ? ചിന്നുകുട്ടി അവരെ ബാഗ് എടുത്തു കൊടുത്തേ, കളിക്കല്ലേ, സമയം സന്ധ്യയാവണ്. ഇല്ല, ഞാൻ കൊടുക്കില്ല. അവരിന്നും കൂടെ ഒരു ദിവസം ഇവിടെ നിൽക്കട്ടെ അമ്മ, നാളെ ഞാൻ കൊടുക്കാം, എന്തായാലും കൊടുക്കാം. ചിന്നുകുട്ടി, അവരിന്ന് തന്നെ എന്തായാലും പോകും. നീ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചാലും ശരി, അവരിന്ന് തന്നെ പോകും. പിന്നെ നീ കിടന്ന് വിഷം കെട്ട് കാണിച്ച അവർ സമയം വെറുതെ വൈകിക്കണം. എന്തിനാ എടുത്തു കൊടുത്ത സാധനങ്ങള്? ഇല്ല, ഞാൻ കൊടുക്കൂല. മോളെ, കളിക്കാതെ സാധനം എടുത്താടാ, ഞങ്ങക്ക് സമയം വൈകണല്ലേ. അവൾ അങ്ങനെയൊന്നും സ്നേഹത്തോടെ പറഞ്ഞാലൊന്നും കേൾക്കില്ല. അവക്കിട്ടൊന്നും കിട്ടിയാലേ അവള് കേൾക്കുള്ളൂ, അനുസരിക്കുള്ളൂ. ഇങ്ങോട്ട് വന്നേടി. ഇല്ല, ഞാൻ വരൂല. നമ്മക്ക് എന്നെ തല്ലാനല്ലേ. നീ വരണ്ട, അങ്ങോട്ട് ഞാൻ വരാം. വാടി ഇവിടെ, അതിന്റെ ഇടയിൽ പോയി വിളിച്ചിക്കാതെ. ഇല്ല, ഞാൻ വരൂല. നമ്മക്ക് എന്നെ തല്ലാനല്ലേ. എന്റെ പൊന്നു സീതയെ, വെറുതെ അവളൊന്നും ചെയ്യണ്ട. അവളെടുത്തു തരും, അവള് നല്ല കുട്ടിയാ അല്ലേ മോളെ? ഞാൻ എടുത്തു തരാം. അമ്മേനോട് എന്നെ തല്ലല്ലേന്ന് പറയാൻഡി. ഇല്ല മോളമ്മ തല്ലില്ല കേട്ടാ. മോള് പോയി എടുത്തോണ്ട് വാ. ശരി ആന്റി. ഗുഡ് ഗേൾ, നല്ല മിടുക്കി കുട്ടിയാണല്ലോ. ഇനി മോളെ എന്ന് അവരെയൊക്കെ വിളിച്ചോണ്ട് വാ. അവരൊക്കെ എവിടെയെന്ന് എനിക്ക് അറിയില്ല ആന്റി. അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ എവിടെ ഒളിച്ചു നിൽക്കുവാ. ശിവ, കേശു, പാർക്കുട്ടി ഇങ്ങ് വന്നേ. എന്നെ അങ്ങോട്ട് വർത്തിക്കരുത്. എന്നെ അങ്ങോട്ട് വർത്തിച്ചാൽ ഞാൻ വടിയും കൊണ്ടായിരിക്കും വന്നത് കേട്ടാ. പേടച്ചോണ്ടേ ഞാൻ കൊണ്ടുപോവുള്ളൂ. ഞങ്ങളും വന്നു. ഇന്ന് പോകണ്ടമ്മ. ഇന്ന് പോയേ പറ്റൂ. നമ്മൾ ഒരു ദിവസം ഓൾറെഡി ലീവ് എടുത്തല്ലേ. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത ആഴ്ച ലീവ് ഉള്ളപ്പോ വരാം. ഓക്കെ? സത്യമായിട്ട് ലീവ് ഉള്ളപ്പോ വരുമോ? സത്യമായിട്ട് ലീവ് ഉള്ളപ്പോ വരാം. എല്ലാ പാർക്കുട്ടി എവിടെ? അത് ശരിയാണല്ലോ, പാർക്കുട്ടി എവിടെ? പാർക്കുട്ടി വന്നില്ലേ? ഇല്ലല്ലോ, പാർക്കുട്ടി എന്തേ? അയ്യോ പിള്ളേരെ, നിങ്ങൾ എന്താ ഈ പറയണേ? പാർക്കുട്ടി എവിടെ? അയ്യോ അമ്മേ, പാർക്കുട്ടിനെ കാണാനില്ല. അവളിത് എവിടെ പോയി ഒളിച്ചിരിക്കുവാണോ ആവോ? വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങൾ പിള്ളേരെല്ലാരും കൂടെ അല്ലേ പോയത്? എന്നിട്ട് ഇപ്പൊ പാർക്കുട്ടിനെ മാത്രം കാണാനില്ലെന്നാ? പോയി അന്വേഷിക്ക്. ശരി അമ്മേ. പാർക്കുട്ടി, മോളെ പാർക്കുട്ടി. ഞാൻ ചേട്ടനും കൂടെ വീടിന്റെ പുറത്തൊക്കെ പോയി അന്വേഷിച്ചിട്ട് വരാം. നിങ്ങൾ വീടിന്റെ അകത്ത് അന്വേഷിക്കേ. എന്റെ പൊന്നു ദൈവങ്ങളെ, ഈ മക്കളെ കൊണ്ട് തോറ്റ്. എന്തൊക്കെ പരീക്ഷണങ്ങളാ ദൈവമേ ഇങ്ങനെ നേരിടേണ്ടി വന്നത്. ഇതിപ്പോ പാറക്കുട്ടീനെ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും? വാ ചേട്ടാ, നമുക്ക് അകത്തൊക്കെ അന്വേഷിച്ചിട്ട് വരാം. ഇങ്ങനെ വിഷമിക്കാതിരിക്കുക. അവളെവിടെ പോവാൻ? അവൾ അകത്ത് തന്നെ ഉണ്ടാവും, എവിടെയെങ്കിലും കയറി വിളിച്ചിരിക്കുന്നതായിരിക്കും. നമ്മൾ വിളിച്ചിട്ട് കേൾക്കാത്തോണ്ടായിരിക്കും വരാത്തത്. ചിലപ്പോ ശരിയായിരിക്കും, അവൾ എവിടെയെങ്കിലും ഉണ്ടാകുമ്പോ നമുക്ക് പോയി നോക്കിട്ട് വരാം. മോളെ പാറക്കുട്ടി, ഒളിച്ചു നിൽക്കാതെ വാ. ആന്റി വിളിക്കണ കേട്ടില്ലേ? വാ മോളെ. മോളെ പാറക്കുട്ടി,
വാ, ആന്റി വിളിക്കണ കേട്ടില്ലേ? കളിക്കാതെ വാ, നിങ്ങക്ക് വീട്ടിൽ പോണ്ടേ? നേരെ സന്ധ്യയായി തുടങ്ങി. വാ പാർക്കുട്ടി, ഒളിച്ചിക്കാതെ ഇറങ്ങി വന്നേ. എവിടെന്ന് വെച്ചാ നമുക്ക് പോവാനുള്ള സമയമായില്ലേ? എന്തിനീ ഒളിച്ചു കളിക്കുന്നത്? അമ്മയുടെ മക്കളിങ്ങ വന്നേ. എവിടെ കണ്ടാ പാർക്കുട്ടീനെ കണ്ടാ? ഇല്ല, അവളിത് എവിടെ പോയി കിടക്കുവാണോ എന്തോ. പിള്ളേരെ കൊടുക്കാത്ത ഒരു കളി, അത് കാരണല്ലേ മനുഷ്യൻ ഈ കടന്ന് കഷ്ടപ്പെടേണ്ടി വന്നത്. വേദനിച്ച് മനുഷ്യന് മതിയായി. ഒന്നും രണ്ടും കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, പഠിപ്പിച്ച് മൂന്നാമത്തെ വിഷയമായി ഇത് തന്നെ. എന്തോരം തന്നെ മനുഷ്യൻ ഇങ്ങനെ നടന്ന് വേദനിക്കണേ. പിള്ളേരെ ഓരോ കുരുത്തക്കേട്. സാലടി പോട്ടെ, പിള്ളേരല്ലേ, അവർക്ക് എന്താ അറിയാം. സാല പോലും. മിക്കവാറും ഞാൻ എക്കത്തിനടുത്ത് പിടയ്ക്കും. കാണിച്ചു കൊടുക്കണുണ്ട് ഞാൻ. മക്കളുടെ ഓരോ കുസൃതികളല്ലേടി. ഇപ്പോഴൊക്കെയല്ലേ ഇങ്ങനെയൊക്കെ വേഷം കെട്ടുള്ളൂ. കുറച്ചുകളൊക്കെ കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ത് കാണിക്കാനാടി? പിന്നെ നിങ്ങളുടെ അനക്കവും ഒച്ചയും ഒന്നും ഉണ്ടാവില്ല. ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുള്ളൂ. കാണിച്ചു കൂട്ടർക്ക് ഇങ്ങനെ കാണിച്ചു കൂട്ടാം. നമ്മളല്ലേ കടന്ന് അനുഭവിക്കണത്. ആവശ്യത്തിന് കുസൃതിയൊക്കെ ഓക്കെ, സമ്മതിച്ചു കൊടുക്കാം. ഇതൊക്കെ ഇച്ചിരി കൂടുതലാ. സാല പോട്ടെ, നീ വിട്ടുകളാ. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ബാ, നമുക്ക് അന്വേഷിച്ചിട്ട് വരാം. ശരി ബാലു. ദൈവമേ, ഈ പാർക്കുട്ടി ഇത് എവിടെ പോയി ഇരിക്കുവാണാവോ? വെറുതെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ പോയി ഒളിച്ചിരിക്കണേ. ഞാൻ ഇവിടെ വെച്ച അവളെ ലാസ്റ്റ് കണ്ടത്. നിങ്ങൾ എന്നെ വിളിക്കാൻ പോയിട്ടും അവളിവിടെ നിൽപ്പണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇപ്പൊ വിളിക്കുന്നു പറഞ്ഞപ്പോഴത്തേനും അവള് പോണത് ഞാൻ കണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയി കളഞ്ഞു. പിന്നെ അവളവിടെ വിളിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് ശിവേച്ചിയുടെ ശബ്ദമല്ലേ? ശിവേച്ചി, അയ്യോ, അതെന്തൊരു ശബ്ദം? നിങ്ങൾ കേട്ടായിരുന്നാ? ഇല്ല, ഞങ്ങള് കേട്ടില്ലല്ലോ. നീ കേട്ടാടാ കേശു? ഇല്ല, ഞാനും കേട്ടില്ലല്ലോ. പക്ഷെ ഞാൻ കേട്ടു. ശിവേച്ചി, ഇത് ഞാനാ. എന്നെയാളും മരുന്ന് പുറത്തിറക്കോ? ശരിയാ, ഇപ്പൊ ഞാനും കേട്ടു. അതെ ശരിയാ, ഞാനും. കേശു ചേട്ടാ, ഇത് ഞാനാ. ചിന്ന ചേച്ചി, ഞാനാ. ആരെങ്കിലും വാതിൽ തുറന്നതാ. എനിക്ക് പേടിയാവണം. അയ്യോ പ്രേതം, എനിക്ക് പേടിയാവണ്. പ്രേതമല്ല ശിവേച്ചി, ഞാനാ. എനിക്ക് പേടിയാവണം. പ്രേതമൊന്നുമല്ലടി മണ്ടി, അത് നമ്മുടെ പാർക്കുട്ടിയുടെ ശബ്ദ. അതെ കേശു ചേട്ടാ, ഞാനാ പാറു. ഈ അലമാരിന്റെ ഉള്ളിലുണ്ട്, എന്നെ രക്ഷിക്കോ? അയ്യോ പാറു അലമാരിന്റെ ഉള്ളിലാ. അതെ, ഞാൻ ഈ അലമാരിന്റെ ഉള്ളിലുണ്ട്. ആരെങ്കിലും എന്നെ രക്ഷിക്കോ? അയ്യോ, വേറൊരു വലിയ എട്ടുകാലി വന്ന്. എനിക്ക് പേടിയാവണം കേശു ചേട്ടാ. പാറുമോളെ, ഇത് ശിവേച്ചിയാ, പേടിക്കണ്ട. ഞങ്ങളിവിടെ പുറത്തുണ്ട്. ഞങ്ങൾ ഇപ്പൊ തന്നെ അമ്മേനെ വിളിച്ചിട്ട് വരാട്ടോ. ശരി ശിവേച്ചി, പെട്ടെന്ന് വിളിച്ചോണ്ട് വാ. അമ്മേ, പാർക്കുട്ടീനെ കിട്ടി. അവൾ ഈ അലമാരിക്കകത്തുണ്ട്. ഞങ്ങൾക്ക് തുറക്കാൻ പറ്റില്ല. അമ്മ ഓടി വായോ. എന്താ മക്കളെ വിളിച്ചു കൂവണേ? ആന്റി, പാർക്കുട്ടി അലമാരിക്കാത്താ. എന്താ അലമാരിക്കകത്തോ? ഉരുത്തം കേട്ട പിള്ളേര്. എക്കത്തിന് ഇന്ന് ഞാൻ തല്ലിക്കൊല്ലും. അലമാരിക്കകത്ത് കയറി ഇരിക്കുക. തരാട്ടാ നിനക്ക്. അമ്മേ, എനിക്ക് പേടിയാവണം. എന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കിട്ടാ പ്ലീസ്. പേടിയാവണോ? പേടിയാവണെങ്കിൽ ഇരിപ്പതായിപ്പോയി. അതെ, അമ്മ പറയണത് കുറച്ചൊക്കെ അനുസരിക്കണം. കാണാണ്ട് പോയി ഒളിച്ചിരിക്കുമ്പോ ആലോചിക്കണം. ഞാൻ ഇപ്പൊ തുറന്നു തരാം. സീതേ, ഈ അലമാരിയുടെ താക്കോലൊന്ന് തരാവോ? അലമാരിയുടെ താക്കോലോ? ഇപ്പൊ തന്നെ തരാലോ. എന്താ? പാർക്കുട്ടി അലമാരിക്കകത്താ. അതിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നതാ. അതിന്റെ ഉള്ളിൽ പെട്ടുപോയി. അതാ നമ്മൾ ഇത്ര നേരം വിളിച്ചിട്ട് അവള് കേക്കാഞ്ഞേ. എന്ത്? ഈ അലമാരിക്കാത്താ? ഞാൻ അവളെ അതിന്റെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഞാൻ അലമാരി പുറത്തുനിന്ന് കൂട്ടിയേ. അമ്മേ, പാറക്കുട്ടി പേടിച്ചു പോയി. അലമാരിന്റെ ഉള്ളിൽ ഒറ്റക്ക് പേടിച്ചു പോയി. പേടിച്ചെങ്കിൽ നല്ല ഇരിപ്പതായിപ്പോയി. എത്ര മണിക്ക് നമ്മൾ വീട്ടിലെത്തേണ്ടതായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഈ വേഷം കെട്ട് കാരണല്ലേ ഇത്ര സമയം വൈകിയത്. സാരില്ല നീലു, കൊച്ചു പേടിച്ചിരിക്കല്ലേ. അതിന് ഇനി ഒന്നും ചീത്തയൊന്നും പറയണ്ട. അവളെ കെട്ടല്ല, എക്കത്തിനെക്കെട്ട് ഞാൻ കൊടുക്കണുണ്ട്. ഒരുമാതിരി വേഷം കെട്ട്. മനുഷ്യൻ നേരത്തെ കാലത്ത് വീട്ടിൽ കയറാന്ന് വിചാരിക്കുമ്പോഴത്തേനും പാതിരാത്രി ആയി ഇപ്പൊ തന്നെ. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. സാരില്ല, പോട്ടെ. കരയണ്ട, കരച്ചിൽ നിർത്ത്. വാ, നമുക്കിനി ഇറങ്ങാൻ നോക്കാം. സമയം വൈകിക്കണ്ട. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സീതേ. ഇനി ഞങ്ങൾ സമയം വൈകണില്ല. ഇത്രയും വൈകിയില്ലേ, ഇനിയും വൈകി ചെന്നാൽ ശരിയാവില്ല. ശരി നീലു, എങ്കിൽ നമുക്ക് പിന്നൊരു ദിവസം കാണാം. എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടുള്ള പിന്നീട് ഇറങ്ങും. അപ്പൊ ഡ്രൈവിങ്ങും പഠിക്കാം. ശരി സീതേ.